വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഗർഭിണിയായ പാവപ്പെട്ട പെൺകുട്ടിയെ ക്രൂരമായി ചവിട്ടിയും തൊഴിച്ചും കൊന്ന ഒരു പരമനാരി ചെറ്റയും അതിനെല്ലാം പൂർണ്ണമായി ഒത്താശ ചെയ്തു കൊടുത്ത ഒരു മാതാവ് എന്ന് വിളിക്കാൻ പോലും അറപ്പ് തോന്നുന്ന പിശാചിന്റെ രൂപമുള്ള ഒരു നരഭോജിയായ സ്ത്രീയും. സത്യത്തിൽ ഇതുപോലുള്ള പന്ന കിളവികളെയാണ് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത്. ഇതുപോലെ പിശാചിന്റെ സ്വഭാവമുള്ള സ്ത്രീകളെ ഇല്ലാതാക്കിയാൽ ചെന്ന് കയറുന്ന പെൺകുട്ടികൾക്ക് ഒരു പരിധിവരെ സമാധാനം കിട്ടിയിരിക്കും. എല്ലാ ഉമ്മമാരെ അല്ല പറയുന്നത് കേട്ടോ. നല്ലവരായ മക്കളെ സ്ഥാനത്ത് കാണുന്ന ഒരുപാട് നല്ലവരായ ഉമ്മമാരുണ്ട്. അവർക്കെല്ലാം ശാപമാണ് ഇതുപോലുള്ള ശാപജന്മങ്ങൾ. ഇനി പറയാനുള്ളത് സർക്കാരിനോടാണ്. സർക്കാരെ, നിങ്ങൾക്ക് നാണമില്ലേ, ഉളുപ്പില്ലേ? നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ജനങ്ങളോട് നിങ്ങൾക്ക് യാതൊരുവിധ കടമയും കടപ്പാടും ഒന്നുമില്ലേ? ആ പെൺകുട്ടിയെ കൊന്നു എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടും അവൻ തന്നെയാണ് കൊന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നീടും നിങ്ങൾ എന്തേ അവനെ തൂക്കിലേറ്റാൻ പഠിക്കുന്നു? ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ കാശ് മേടിച്ച് അവനെ തീറ്റിക്കൊഴിപ്പിക്കാനും പരവതാനം വിരിച്ചു കൊടുക്കാനും ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് മാന്യതയാണ് നിങ്ങൾ ജനങ്ങളോട് കാണിക്കുന്നത്? എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ ജനങ്ങളോട് കാണിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഇരട്ടച്ചങ്കൻ പിന്നെ കേരളത്തിലെ കപ്പിത്താൻ എന്ന നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. നിങ്ങൾക്ക് ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ക്രിമിനലുകളെ ജനങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊടുക്കൂ. അവനുള്ള ശിക്ഷ ജനങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ അതിനു എന്തിനാണ് ഭയക്കുന്നത്? കൊലപാതകികൾക്കും മയക്കുമരുന്ന് കടത്തുകാർക്കും പീഡനവീരന്മാർക്കും ഒത്താശ കൊടുക്കാനാണോ പാവങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയത്? സാധാരണക്കാരെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ കയറി കട്ടും മുടിച്ചും സ്വന്തം കുടുംബങ്ങൾക്ക് കൊണ്ടു കൊടുത്തും സ്വന്തം കുടുംബത്തിലെ മക്കളും കൊച്ചുമക്കളും പേരമക്കളും ഇവരെല്ലാം അമേരിക്കയിലും കാനഡയിലും ബ്രസീലിലും ആഫ്രിക്കയിലും വിട്ട് പഠിപ്പിച്ച് ഇവിടെ സുഖവാസം. സാധാരണക്കാരുടെ ജനങ്ങളുടെ കാര്യം നോക്കാതെ സുഖവാസം. എന്ത് ഭരണമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്? നിങ്ങൾ കക്കണ്ടാന്നോ മുക്കണ്ടാന്നോ ഇവിടെ ആരും പറയുന്നില്ല. കാരണം കട്ടും മുക്കിയും ശീലമുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല എന്നറിയാം. കുറച്ച് ഉത്തരവാദിത്തം ജനങ്ങളിലോടും കാണിക്കണം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിൽ കയറ്റിയ ആ ജനങ്ങളോട് കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം. അവർക്ക് പേടിക്കാതെ പുറത്തിറങ്ങണം. കെട്ടിച്ചു വിടുന്ന പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് ആ വീട്ടിൽ പോയി ജീവിക്കാനുള്ള ഒരു ധൈര്യം വേണം, ഒരു സ്വാതന്ത്ര്യം വേണം. അതിന് ഇതുപോലുള്ള ക്രിമിനലുകളെ തൂക്കിക്കൊല്ലണം. ഇതുപോലുള്ള ക്രിമിനലുകൾ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരാണ്. പിന്നെ എന്തിനാണ് അവരെ പോറ്റി വളർത്തുന്നത്? ഇവനെയൊക്കെ തൂക്കിക്കൊന്നാൽ കേരളത്തിലെ 100% ജനങ്ങളും സർക്കാരിന് അനുകൂല നിലപാടേ എടുക്കുള്ളൂ. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? കട്ടുമുടിക്കാൻ വേണ്ടി മാത്രം അധികാരത്തിൽ വരുന്ന 2 സർക്കാരുകൾ, ഒരുമാതിരി മൂഞ്ചിയ ഭരണവും അതുപോലത്തെ നിയമവും. ഇവന്റെയൊക്കെ മൂട് താങ്ങി നടക്കാൻ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്ന കുറെ മൂരാച്ചികളും. നാണമില്ലേ നിനക്കൊന്നും?